ായിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിന്റെ തിരുനാൾ മംഗളങ്ങൾ നേരുന്നതോടൊപ്പം തന്നെ സ്വർഗത്തിൽ നിന്ന് ധാരാളമായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. പള്ളിപ്പുറത്തമ്മ എന്ന് നമ്മൾ വാത്സല്യത്തോടെ, അതീവ സ്നേഹത്തോടെ, ഭക്തിയോടെ വിളിക്കുന്ന പരിശുദ്ധ കന്യകാ മറിയം, ഈശോയുടെ അമ്മ, സ്വർഗാരോപിത മാതാവ്. ഏഷ്യയിലെ തന്നെ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ആദ്യത്തെ ദേവാലയമാണ് പള്ളിപ്പുറം എന്ന് ഏറെ അഭിമാനത്തോടെ നമുക്ക് പറയാനും, ഇപ്രകാരം ഒരു സ്ഥാനം നൽകി നമ്മെ അലങ്കരിച്ച ത്രിയേക ദൈവത്തിന് നന്ദി പറയാനും, അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിന് അമ്മയോട് കൃതജ്ഞത അർപ്പിക്കാനുമാണ് ഈ തിരുനാൾ ദിനം നമ്മെ പ്രത്യേകം ആഹ്വാനം ചെയ്യുക. വിശുദ്ധ തോമാസ് ലീഹ സുവിശേഷ പ്രഘോഷണം നടത്തി യേശുവിനെ വണങ്ങാനും ആരാധിക്കാനും വേണ്ടി തോമാസ് ലീഹായ്ക്ക് അന്ന് അക്കാലത്ത് അറിയാവുന്ന യേശുവിന്റെ സാന്നിധ്യം വിളിച്ചോതുന്ന കുരിശ് ആണ് ഇവിടെ സ്ഥാപിച്ചത്. പിന്നീട് മാട്ടേൽ തുരുത്തിൽ കണ്ടപ്പെട്ട ആ കുരിശ് സഭാചരിത്രത്തിൽ തന്നെ ആദ്യത്തെ കുരിശിലെ അത്ഭുതം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ആ കുരിശ് അരിഞ്ഞു പോയപ്പോൾ അതിൽ നിന്ന് രക്തം ചിന്തി എന്നാണ് നമ്മൾ വാമൊഴിയായി ഇന്നും കേൾക്കുന്നത്. അത് നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിലൂടെ നമ്മുടെ പൂർവികർ നമുക്ക് കൈമാറി തന്ന അത്ഭുതകരമായ ആ ചൈതന്യവും ആ വിശേഷവുമാണ് ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലും മനസ്സിലും നിലകൊള്ളുക. അന്ന് കുരിശ് സ്ഥാപിച്ച, വണങ്ങുന്നതിന് ബഹുമാനിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച ഇടത്തെ ഒരു പുര എന്നാണ് നമ്മൾ മലയാള ഭാഷയിൽ വിളിക്കുക. അപ്രകാരം ഒരു വീട്, ഒരു പുര പണിതപ്പോൾ, വീടെന്ന് പറയുമ്പോൾ നമുക്ക് താമസമുള്ള സ്ഥലമാണല്ലോ. പുര എന്ന് പറയുമ്പോൾ നമുക്ക് തണൽ നൽകുന്ന, സംരക്ഷണം നൽകുന്ന ഒരു സ്ഥലവും. അവിടെ കുരിശ് സ്ഥാപിച്ചപ്പോഴാണ് കുരിശുപുര എന്ന പേര് ലഭിച്ചത്. ഇപ്രകാരം ഒരു കപ്പേളയെ, ഒരു ചെറിയ ദേവാലയത്തെ എവിടെയെങ്കിലും കുരിശുപുര എന്ന് വിളിക്കുന്നുണ്ടോ എന്നുള്ളത് ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. അത് നമ്മുടെ പഴമയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സ്ഥലമാണ്. അതിനുശേഷമാണ് ദേവാലയം, പള്ളി എന്നൊക്കെ പേര് നൽകിക്കൊണ്ടുള്ള പ്രാർത്ഥനാലയങ്ങൾ സ്ഥാപിതമായിട്ടുള്ളത്. 3-ാം നൂറ്റാണ്ടില് ഈ ദേവാലയത്തിന്റെ ഈ സ്ഥാനത്ത് ഇവിടെ ദേവാലയം പണിതപ്പോൾ പരിശുദ്ധ അമ്മയുടെ നാമമാണ് നൽകപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ നാമം ആദ്യ കാലഘട്ടത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് പൗരാണിക ദേവാലയമായിരുന്നു എന്നുള്ളതാണ്. അക്കാലഘട്ടത്തിൽ തോമാസ് ലീഹയാണ് സുവിശേഷം പകർന്നു നൽകിയതെങ്കിലും തോമാസ് ലീഹായുടെ പേരിലല്ല തോമാസ് ലീഹ സ്ഥാപിച്ച ഈ ദേവാലയം അറിയപ്പെടുന്നത്. ഇപ്പോൾ പാലിയൂരും കോട്ടയ്ക്കാവും, എന്തിനേറെ കോക്കമംഗലവും ഒക്കെ അറിയപ്പെടുന്നത് വിശുദ്ധ തോമാസ് ലീഹായുടെ പേരിലാണ്. അപ്പോൾ ഈ ദേവാലയത്തിന്റെ പ്രത്യേകത തോമാസ് ലീഹായുടെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഫലമായിട്ടുണ്ടായതാണെങ്കിൽ പോലും പരിശുദ്ധ മാതാവിന്റെ നാമധേയത്തിലാണ് അറിയപ്പെടുന്നത്. കൊല്ലത്ത് കടലെടുത്തു പോയ പള്ളിയുടെയും പേര് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ തന്നെയാണ്. ഇന്ന് സ്വർഗാരോപണം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ നീണ്ട ചരിത്രത്തെയാണ് നമ്മൾ ഓർക്കുക. പരിശുദ്ധ അമ്മയുടെ
തണലില്, കരുതലില്, മാതൃവാത്സല്യത്തിൽ കടന്നു വന്ന നൂറ്റാണ്ടുകളിലേക്കുള്ള നമ്മുടെ തിരിഞ്ഞു നോട്ടമാണ് ഈ തിരുനാൾ നമുക്ക് നൽകുന്ന പ്രചോദനം. വിശ്വാസത്തിൽ നിലനിൽക്കാനും വിശ്വാസം പകർന്നു നൽകുന്ന സുവിശേഷ മൂല്യങ്ങൾ നമ്മളിലും നമുക്ക് ചുറ്റിലും പ്രകാശിപ്പിക്കാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മെ സഹായിച്ചു എന്നുള്ളതാണ് ഈ സമയത്ത് നന്ദി പറയുവാനായിട്ടുള്ളത്. ഈ ദേവാലയത്തില് നമുക്കറിയാം വിശുദ്ധ ലൂക്ക ശ്ലീഹ പരിശുദ്ധ അമ്മയുടെ ചിത്രം വരച്ചിട്ടുണ്ട് എന്നുള്ളത്. പ്രിന്റിങ്ങിന്റെ കാലഘട്ടത്തിൽ വിദേശ മിഷണറിമാര് നമ്മുടെ ഭാരതത്തിലേക്ക് വന്നപ്പോൾ അവർ കൊണ്ടുവന്ന 7 ചിത്രങ്ങളും അത്ഭുത ചിത്രങ്ങളായിട്ടാണ് പറയപ്പെടുക. വിശുദ്ധ ലൂക്കാ ശ്ലീഹ വരച്ച ചിത്രത്തിന്റെ ആദ്യ പകർപ്പിന്റെ കോപ്പികളായിട്ടാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്രകാരം ഒരു ഏകദേശം 350-400 വർഷങ്ങളോളം പഴക്കമുള്ള പരിശുദ്ധ മാതാവിന്റെ അത്ഭുത ചിത്രമാണ് ഈ ദേവാലയത്തിന്റെ ഏറ്റവും മുകളിൽ സ്ഥാപിതമായിട്ടുള്ളത്. പരിശുദ്ധ അമ്മയുടെ ഉണ്ണീശോയും കയ്യിലെടുത്തുകൊണ്ടുള്ള കിരീടം ധരിക്കപ്പെട്ട പരിശുദ്ധ അമ്മയുടെ രൂപമാണ് പ്രധാന അൾത്താരയിൽ നടുഭാഗത്ത് സൂക്ഷിച്ചിട്ടുള്ളത്. പരിശുദ്ധ അമ്മയുടെ രൂപം മറയ്ക്കുമ്പോഴുള്ള കവാടത്തിന്റെ പുറത്ത് ആലേഖനം ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു മുദ്രയുണ്ട്. തിരുനാളിന്റെ നോട്ടീസിൽ നിങ്ങൾക്കത് വ്യക്തമായി കാണാൻ സാധിക്കും. ഇവിടെയാണ് അത് നൽകിയിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്ന ഒരു മുദ്രയാണ്. ഇങ്ങനെ ഇപ്രകാരം എല്ലാ ദൈവശാസ്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സ്ഥാനിക ചിഹ്നം പോലെ അൾത്താരയിൽ നമുക്ക് മറ്റൊരിടത്തും കാണാൻ സാധിക്കാത്ത സവിശേഷതയും ഈ അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ സ്ഥാനിക ചിഹ്നം പോലെയുള്ള ഈ മുദ്രയില് പ്രത്യേകിച്ച് നമുക്കറിയാം മെത്രാന്മാര്, മാർപ്പാപ്പ അവർ സ്ഥാനമേൽക്കുമ്പോൾ, അല്ലെങ്കിൽ രാജാക്കന്മാർ സ്ഥാനമേൽക്കുമ്പോൾ അവർക്ക് പ്രത്യേകമായ ഒരു കോട്ട് ഓഫ് ആംസ് ഉണ്ടായിരിക്കും. അതിന് അവരുടെ പ്രത്യേകമായ മോട്ടോ, ഞങ്ങളുടെ എന്താണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ള ചിന്ത അല്ലെങ്കിൽ തത്വചിന്ത, വിചാരം ഒരു വാക്കുകളിലൂടെ പ്രകാശിപ്പിക്കാറുണ്ട്. അതേപോലെയുള്ള ഒരു സ്ഥാനിക ചിഹ്നം, കോട്ട് ഓഫ് ആംസ് എന്ന് പറയാം. അതാണ് ഈ ദേവാലയത്തിൽ കാണുന്നത്. നമ്മുടെ ഈ നോട്ടീസിൽ ഈ വർഷം പ്രസിദ്ധമാക്കിയിട്ടുള്ളത്. അതിന്റെ ഏറ്റവും മുകളിൽ കാണുന്നത് കിരീടമാണ്. രാജാവിന്, രാജ്ഞിക്ക് ഉണ്ടായിരിക്കുന്ന രീതിയിൽ കിരീടമാണ്. മെത്രാന്മാർക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒരു തൊപ്പിയാണ്, അതിന് മുകളിൽ കുരിശുണ്ടായിരിക്കും. ഇത് ശരിക്കും ഒരു രാജ്ഞിയെ മുടിചൂടി നിൽക്കപ്പെട്ട ഒരു രാജ്ഞിയുടെ ചിത്രമായിട്ടാണ് കാണാൻ സാധിക്കുക കിരീടം. ഇപ്പൊ സ്വർഗാരോപിതയായ മാതാവിനെ തന്റെ തിരുസുതൻ മുടിചൂടിപ്പിച്ചു എന്നുള്ളത് ഒരു വിശ്വാസ സത്യമായിട്ട് എത്രയോ നാളുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ വിശ്വസിച്ചു പോന്നു എന്നുള്ളതാണ്. പിന്നീട് ഒരു പരിചയമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും രാജാക്കന്മാർക്ക് ഒരു പരിചയ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തെ മുഴുവൻ താൻ സംരക്ഷിക്കും എന്നുള്ളതാണ്. ഏതു ശത്രു തന്റെ രാജ്യത്തെ ആക്രമിച്ചാലും, താൻ തന്നെ ബലി കൊടുത്താലും തന്റെ രാജ്യത്തെ സുരക്ഷിതമാക്കും, സംരക്ഷണമേകും എന്നുള്ളതാണ്. തന്റെ പ്രജയ്ക്ക് യാതൊരു ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ചങ്കുറപ്പോടെ ഞാൻ നിലകൊള്ളും എന്നുള്ളതാണ് ആ പരിച സൂചിപ്പിക്കുക. ഈ സ്ഥാനിക ചിഹ്നം പറയുന്നത് പരിശുദ്ധ അമ്മ ചങ്കുറപ്പോടെ തന്റെ മക്കളെ എക്കാലത്തും എല്ലാ പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും, പീഡനങ്ങളിൽ നിന്നും, ആപത്തിൽ നിന്നും സംരക്ഷിക്കും എന്നുള്ളതാണ്. ആ ഉറപ്പ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നുണ്ട്. അമ്മയിൽ ആശ്രയിക്കുക, അമ്മയുടെ മക്കളാണെന്ന് ഏറ്റുപറയാൻ നമുക്ക് സാധിക്കട്ടെ.
മറ്റൊന്ന്, ഈ പരിചയെ നടുവിൽ കാണുന്നത് സമ കോണുകളുള്ള അല്ലെങ്കിൽ തുല്യമായ രീതിയിലുള്ള കുരിശാണ്. അതാണ് ആദിമ കാലത്ത് 4-ാം നൂറ്റാണ്ടിന് മുമ്പിൽ കാണപ്പെടുന്ന കുരിശുകൾ മെഡൽ ക്രോസ് ആണ്. 4 വശവും ഒരേപോലെ ഇരിക്കുന്നു എന്നുള്ളതാണ്. തുല്യമായിരിക്കും. പിന്നീടാണ് 13-ാം നൂറ്റാണ്ട് മുതൽ ഒരാൾ തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ കുരിശിന്റെ ഭാഗം നീളുന്നതായിട്ട് കാണാൻ സാധിക്കുക. നമ്മുടെ ഇവിടുത്തെ ക്രൂശിത രൂപത്തെ പോലെ ക്രൂശിതനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നീട് ഈ കുരിശിന്റെ കാൽഭാഗം നീളുന്നതായിട്ട് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതൊരു പൗരാണികതയെയാണ് ഞാൻ സൂചിപ്പിക്കുക. ഇവിടെ ഇരിക്കുന്ന തോമസ് ലീഗ നിർമ്മിച്ച കുരിശിന്റെ വിശുദ്ധമായ തിരുശേഷിപ്പ് നമ്മളോട് പറയുക സമ കോണുകളുള്ള കുരിശാണ്, ഒരു മെഡൽ ക്രോസ് ആണ്. നമ്മുടെ പള്ളിയുടെ ഏറ്റവും മുകളില് പണ്ട് ഏറ്റവും ഉയർന്നു നിന്ന, ഈ ഗ്രാമത്തിൽ ഏറ്റവും ഉയർന്നു നിന്ന അടയാളം, കുരിശടയാളം എന്ന് പറയുന്നത് ഈ സമകോണുകളുള്ളതാണ്. എല്ലാ പൗരാണിക ദേവാലയങ്ങളിലും കാണുന്ന കുരിശാണ്. അത് ഇന്ന് നമ്മുടെ ഗ്രോട്ടോയുടെ മുമ്പില്, ഗ്രോട്ടോയുടെ കിരീടത്തിന് മുമ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണുന്ന കുരിശാണ്. ആ രീതിയിലുള്ള കുരിശാണ് 16-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള എല്ലാ മാർത്തോമ ക്രിസ്ത്യാനികളുടെയും യാക്കോബായ, ഓർത്തഡോക്സ് അങ്ങനെയുള്ള എല്ലാ ദേവാലയങ്ങളുടെയും മുകളിൽ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ മധുബയിൽ കാണാൻ സാധിക്കും. മറ്റൊന്ന്, ഈ പരിചയെ 4ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് നക്ഷത്രമാണ് കാണാൻ സാധിക്കുക. കളറ് നീലയാണ്. നീല എന്നുള്ളത് സൂചിപ്പിക്കുന്നത് സമുദ്രമാണ്. നക്ഷത്രം ഉഷകാല നക്ഷത്രമാണ്. മാതാവിന്റെ പേര് തന്നെ നക്ഷത്രം എന്നാണ്. മരിയ എന്ന് പറയുമ്പോൾ സമുദ്രത്തില് യാത്രക്കാർക്ക് വഴികാട്ടിയായിട്ടുള്ള പ്രഭാത നക്ഷത്രം എന്നുള്ളതാണ്. അത് വലിയ അർത്ഥമുള്ളതാണ്, നമുക്കറിയാൻ സാധിക്കും. എവിടേക്കാണ് പോകേണ്ടതെന്ന് ആലോചിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ പ്രകാശമായി തെളിയുന്ന മറിയം. ജീവിതത്തിൽ എത്ര ദുരിതങ്ങൾ ഉണ്ടായാലും, ആകുലതയുണ്ടായാലും, പ്രശ്നങ്ങളുണ്ടായാലും, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്കും ജീവിതത്തിലേക്കും വെള്ളി വെളിച്ചം പോലെ ഇതിലേ വരിക, നിനക്ക് ഞാൻ വഴി കാട്ടിത്തരാം എന്ന് പറയുന്ന പരിശുദ്ധ അമ്മ മറിയം ഉഷകാല നക്ഷത്രമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് പ്രകാശം ചൊരിയുന്ന പരിശുദ്ധ അമ്മ, വഴി കാണിച്ചു തരുന്ന പരിശുദ്ധ അമ്മ അങ്ങ് ഉയരങ്ങളിലെ ആകാശത്തിന്റെ വാനവിധാനത്തിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ നമ്മളോട് പറയുന്നത്, സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം. നിങ്ങളെപ്പോലെ സാധാരണ സ്ത്രീയായി ഒരു കുഞ്ഞു വീട്ടില് ഞാൻ ജനിച്ചു വളർന്നു. പക്ഷേ സ്വർഗത്തെ കീഴടക്കാനായി എനിക്ക് സാധിച്ചുവെങ്കിൽ നിങ്ങൾക്കും സ്വർഗം നേടാൻ സാധിക്കുമെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന പരിശുദ്ധ മറിയത്തിന്റെ സൂചനയാണ് നക്ഷത്രം എന്നുള്ളത്. മറ്റൊരു ഭാഗത്ത് പരിശുദ്ധ അമ്മയെ ലില്ലിപ്പൂവ് കൊണ്ട് പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നുണ്ട്. ലില്ലിപ്പൂവ് രാജ്യത്വത്തിന്റെ അടയാളമാണ്. ഞാൻ ഫ്രാൻസിലാണ് പഠിച്ചത്. അവിടെ എല്ലാ രാജാക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കും അവരുടെ പ്രത്യേക പ്രാർത്ഥനാ മുറികളിലേക്കും നോത്രദാം കത്തീഡ്രലിലേക്കും ഒക്കെ ചെല്ലുമ്പോൾ ലില്ലിപ്പൂവ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എല്ലാ സ്ഥലത്തും ചിത്രങ്ങൾ അങ്ങനെയാണ്. അത് രാജ്യത്വത്തെ സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ, രാജാവിന്റെ പദവിയെ സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ ലില്ലിപ്പൂവിന്റെ മാഹാത്മ്യവും അതിലൂടെ വിശേഷിപ്പിക്കുന്നുണ്ട്. അത് 3 ഇതളുകളാണുള്ളത്. ആ 3 ഇതളുകൾ സൂചിപ്പിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ ഭരണത്തിന് കീഴിലാണ് ഞങ്ങൾ ഓരോരുത്തരും എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ ത്രിയേക ദൈവത്തെ സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ ത്രിയേക ദൈവം എങ്ങനെയാണ് പരിശുദ്ധ അമ്മയിൽ പ്രസാദിച്ചത് എന്നുള്ളതാണ്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടമെനിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് സമ്പൂർണമായി ദൈവത്തിന് സമർപ്പിച്ച ഒരു സ്ത്രീയിലാണ് ദൈവം കനിഞ്ഞതും അനുഗ്രഹിച്ചതും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാ മറിയം ദൈവത്തെ വാഴ്ത്തിപ്പാടുന്നത്. ചാരിത്രത്തിലും വിശുദ്ധിയിലും നിർമ്മലതയിലും അവൾ പനിനീർ പൂവിനെ പോലെ സുഗന്ധം നൽകി എന്നുള്ളതാണ്. സാൽവേ ലതീഞ്ഞിന് ദർശന സമൂഹത്തിൽ 2 അംഗങ്ങൾ ദർശന സമൂഹത്തെ തളിക്കാറുണ്ട്.
അതിലൊന്ന് പനിനീര് കൊണ്ടാണ് തളിക്കുന്നത്. ഈ റോസാപ്പൂവിൽ, ഈ ലില്ലിപ്പൂവിന്റെ മണം അവർക്ക് നൽകാൻ വേണ്ടിയിട്ടാണ്. തൊട്ടടുത്ത് നമുക്ക് മറ്റൊരു പ്രതീകമുണ്ട്, റോസാപ്പൂവ്. റോസാപ്പൂവ് നമുക്ക് അറിയാൻ സാധിക്കുന്നിടത്തോളം പ്രകൃതിയിലെ തന്നെ ഏറ്റവും സുന്ദരമായ മനോഹരമായ പുഷ്പമാണ്. പുഷ്പങ്ങളുടെ പുഷ്പം എന്ന് വിശേഷിപ്പിക്കുന്ന റോസാപ്പൂവിനെ പോലെ തന്നെയാണ് പരിശുദ്ധ കന്യകാമറിയം. ഏറ്റവും സുന്ദരിയായ, ഏറ്റവും പരിശുദ്ധയായ, ഏറ്റവും നിർമ്മലയായ, അങ്ങനെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഈ ഭൂമിയിലെ ഏറ്റവും ഉന്നതമായ സ്ത്രീയാണ്, റോസാപുഷ്പമാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ടാണ് ഈ റോസാപ്പൂവിന്റെ മണം എല്ലാവർക്കും ലഭിക്കണം എന്നുള്ളത് പറയുന്നത് ഈ നിർമ്മലതയുടെ, വിശുദ്ധിയുടെ, നന്മയുടെ പരിമളമാണ്. പരിശുദ്ധ കന്യകാമറിയത്തെ റോസാപ്പൂവായി കാണുമ്പോൾ ഏദൻ തോട്ടത്തിലെ പറുദീസായിൽ വിരിഞ്ഞ റോസാപ്പൂവുകൾക്കൊന്നും തന്നെ മുള്ളുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുക. ആദവും ഹവായും ചെയ്ത പാപത്തിന് ശേഷമാണ് റോസാപ്പൂവിൽ മുള്ളുകൾ ഉണ്ടായത് എന്നാണ് പറയുക. തന്റെ പീഡാസഹനത്തിലൂടെ ഈ ലോകത്തെ രക്ഷിച്ചപ്പോൾ പരിശുദ്ധ അമ്മ കുരിശിനോട് ചേർന്ന് നിന്നതിന്റെയും അപ്രകാരം ലോകത്തെ മുഴുവൻ നിർമ്മലമാക്കിയതിന്റെ, വീണ്ടെടുത്തതിന്റെയും ഭാഗമായിട്ട് കൂടി ഈ റോസാപ്പൂവിനെ കാണാൻ സാധിക്കും. മകന്റെ രക്തത്തുള്ളികളാൽ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യരാശിയെ അമ്മയുടെ പീഡാസഹനം കൊണ്ട്, വ്യാകുലത കൊണ്ട് രക്ഷിക്കാൻ ഇടയായി എന്നുള്ളതും ഈ റോസാപ്പൂവ് കൊണ്ട് സൂചിപ്പിക്കുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായി തീർന്നതിന്റെയും ഒരു സൂചനയായി റോസാപുഷ്പം നമ്മുടെ മുമ്പിൽ നിലകൊള്ളുന്നു. അത് സ്വർഗത്തിന്റെ പ്രതീകമാണ്. സ്വർഗത്തിൽ നിന്ന് പനിനീര് നമ്മുടെ ജീവിതത്തിലേക്ക് തളിക്കപ്പെടും, നമുക്ക് വിശുദ്ധി ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ തിരുനാളിന് വരുന്ന തീർത്ഥാടകർ ഭൂരിഭാഗം പേരും കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്നത് ആ വിശുദ്ധിയിൽ പങ്കുകൊള്ളുന്നതിന് വേണ്ടി. പ്രത്യേകിച്ച് ഈ ഇടവകയിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള പലരും ഈ ദിവസങ്ങളിൽ വരുന്നത് ഇവിടെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പരിശുദ്ധ ദേവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാളില് മറ്റൊരു ചിഹ്നം നമുക്ക് ധ്യാനിക്കാനുണ്ട്. ഇവിടെ ഒരു കവാടം കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു കോട്ട കാണാൻ സാധിക്കും. മാതാവിനെ സ്വർഗത്തിന്റെ കവാടം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ദാവീദിന്റെ കോട്ടയെ എന്നാണ് സൂചിപ്പിക്കുക. വീണ്ടും അത് സൂചിപ്പിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള വാതിൽ എന്നിലൂടെ കണ്ടുപഠിക്കുക, ഞാനാകുന്നു സ്വർഗത്തിന്റെ വാതിൽ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എൻ്റെ ജീവിതത്തെ നിങ്ങൾ മാതൃകയാക്കുക എന്നുള്ളതാണ്. ദാവീദിന്റെ കോട്ട എന്ന് പറയുമ്പോൾ ഏത് വംശത്തിലാണ് മറിയം പിറന്നത് എന്നുള്ള ചരിത്രം സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒരു കോട്ട എന്ന് പറയുമ്പോൾ കോട്ട കെട്ടി സംരക്ഷിക്കുന്നതിന്റെ പ്രതീകമാണ്. ഒരു ഇടവകയിൽ പരിശുദ്ധാമ്മ സ്വർഗീയ മധ്യസ്ഥയായി നിലകൊള്ളുമ്പോൾ ഈ ഇടവകയെ ഒരു കോട്ട കെട്ടി സംരക്ഷിക്കുകയാണ്. ഇന്നേ ദിവസം ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയെയും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപിത മാതാവിന്റെ പള്ളിപ്പുറത്ത് അമ്മയുടെ തിരുസ്വരൂപത്തിന്റെ മുമ്പാകെ കൂപ്പുകൈകളുമായി നിന്ന് തൊട്ടുമുത്തുമ്പോൾ പരിശുദ്ധ അമ്മ പറയുന്നത്, നിന്നെ ഞാൻ കോട്ട കെട്ടി സംരക്ഷിക്കും എന്നുള്ളതാണ്. ഇപ്രകാരമുള്ള പരിശുദ്ധ അമ്മയുടെ ജീവിതത്തില് പരിശുദ്ധ അമ്മ തന്നെ സ്വയം അവബോധത്തിൽ വളരുകയാണ്. അതാണ് മാതാവിന്റെ സ്തോത്രഗീതത്തില് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാം വചനമാണ് നമ്മുടെ ഈ കോട്ട് ഓഫ് ആംസിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, സുറിയാനി ഭാഷയിലാണ് ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടുള്ളതും സുറിയാനി ഭാഷയിലാണ് പ്രാർത്ഥനകളെല്ലാം ചൊല്ലിയിരുന്നതും എന്നുള്ളത്. സുറിയാനിയിലുള്ള പിശീത്ത ബൈബിളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ഇവിടെയും എഴുതി വെച്ചിരിക്കുന്നത് പൗരസ്ത്യ സുറിയാനി ഭാഷയിലാണ് ഈ ഭാഗം ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇപ്രകാരമാണത്: ഹ ഗേർമിൻ ഹാഷ തുവ നെത്ലൻലി ഷർവാസ കൊലഹേൻ. എന്നാൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പരിശുദ്ധ അമ്മ നമ്മളോട് തന്നെ പ്രഖ്യാപിക്കുകയാണ്, കണ്ടാലും എല്ലാ തലമുറകളും ലോകാവസാനം വരെ
എന്നെ എല്ലാവരും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിക്ക് പറയാൻ കഴിയുന്ന വാക്കുകളാണ് ഞാൻ ഭാഗ്യവാനാണ്, ഭാഗ്യവതി എന്നുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം സമർപ്പിക്കേണ്ടത്, ദൈവമേ എൻ്റെ ജീവിതം ഭാഗ്യമുള്ളതാകട്ടെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ ജീവിതം തൃപ്തിയുള്ളതാണ്, സന്തോഷമുള്ളതാണ്, ആനന്ദമുള്ളതാണ്, നന്മ നിറഞ്ഞതാണ്, എന്തിനേറെ കൃപ നിറഞ്ഞ വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്ന മനോഭാവത്തിലും ജീവിതശൈലിയിലും ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ദൈവത്തിന്റെ മുൻപില് തുറന്നു കൊടുക്കുന്ന ഒരു ജീവിതം, ഇതാ നിന്റെ ദാസൻ, ഇതാ നിന്റെ ദാസി എന്ന് പറയുന്ന ജീവിതശൈലി നമുക്ക് രൂപീകരിക്കാൻ സാധിക്കട്ടെ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചില ചിന്തകൾ പ്രത്യേകിച്ച് ഈ ദേവാലയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങളോട് പറഞ്ഞതാണ്. നന്ദിയോടെ നമ്മൾ നിൽക്കുകയാണ് ഈ സമയത്ത്. ഈ ഇടവകയുടെ വികാരി എന്നുള്ള രീതിയിൽ എത്രയോ പേരാണ് പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് കിരീട നേർച്ച നടത്തുന്നത്. കിരീട നേർച്ച നടത്തുമ്പോൾ അവർ പറയാറുണ്ട്, ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ തിരുനാളിന് വന്നു, അല്ലെങ്കിൽ ഇടയ്ക്ക് വന്നു, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നു എന്ന് പറയുന്ന പല സംഭവങ്ങൾക്കും ഞാൻ സാക്ഷിയാണ്. പാലക്കാട് നിന്ന്, എറണാകുളത്ത് നിന്ന് ഒക്കെ ഇവിടെ വന്ന് കൃതജ്ഞതയോടെ വന്ന വ്യക്തികളെ, നേർച്ചകൾ നൽകിയിട്ടുള്ളവരെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 4 പേരെങ്കിലും അമ്മയ്ക്ക് സ്വർണമാല ചാർത്തുകയുണ്ടായി. ഒരാൾക്ക് വീട് പണിയാൻ കഴിഞ്ഞതിലുള്ള താങ്ക്സ് ഗിവിങ്, മറ്റൊരാൾക്ക് ഒരു കുഞ്ഞിനെ നീണ്ട നാളുകൾക്ക് ശേഷം ലഭിച്ചത്, മറ്റൊരാൾക്ക് കിട്ടുകയില്ല എന്ന് കരുതിയ ജോലി. അങ്ങനെ നിരവധിയായ അനുഗ്രഹങ്ങൾ ലഭിച്ചവര് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി സ്വർഗത്തിൽ നിന്ന് ലഭിച്ച അപ്രതീക്ഷിതമായ അത്ഭുതത്തിന് നന്ദി പറയാൻ വേണ്ടി കടന്നു വരുന്നവരെ ഒരുപാട് കാണാൻ സാധിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതേപോലെ നിരവധിയായിട്ടുള്ള അത്ഭുതങ്ങൾ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്താൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ ആയിരിക്കുക. പരിശുദ്ധ അമ്മയോട് നന്ദി പറയാം. പരിശുദ്ധ അമ്മയെ എൻ്റെ ആശ്രയമേ എന്ന് വിളിക്കാം. പരിശുദ്ധ അമ്മയ്ക്ക് സ്തുതിഗീതങ്ങൾ ആലപിക്കാം. അതുകൊണ്ടാണ് ആവേ മരിയ എന്ന് പറയുക. സാൽവേ ലതീഞ്ഞ് എന്ന് പറയുമ്പോൾ സാൽവേ എന്നുള്ളത് വണക്കം എന്നാണ് എൻ്റെ അർത്ഥം. പരിശുദ്ധ അമ്മേ നിനക്ക് വണക്കം എന്നുള്ളതാണ്. ലുത്തിനിയായിൽ നമ്മൾ ഇപ്രകാരം ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മയെ നിനക്ക് വണക്കം എന്നാണ് പറയുക. ബഹുമാനം, ആദരവ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വർഗാരൂപതയായ മാതാവിനെ അമ്മയായി കണ്ട്, സ്വർഗത്തിന്റെ അമ്മയായി, സ്വർഗത്തിൽ നിന്നുള്ള എൻ്റെ അമ്മയായി കണ്ടുകൊണ്ട് സ്നേഹിക്കാനും അമ്മയുടെ മാധ്യസ്ഥ ശക്തി നേടാനും നമുക്ക് സാധിക്കട്ടെ. അമ്മയുടെ മാധ്യസ്ഥം വഴിയായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കുറവുകൾ പരിഹരിക്കപ്പെടട്ടെ. ശൂന്യമായ കൽഭരണി എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നിറയ്ക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും. കാരണം ഒരു വാക്ക് തൻ്റെ പുത്രനോട് പറഞ്ഞാൽ മതി, ആ പുത്രന് പിന്നെ ചെയ്യാതിരിക്കാൻ സാധിക്കാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ കൊണ്ട് നിറയ്ക്കാൻ കഴിയുന്ന അത്ഭുതകരമായ മാധ്യസ്ഥ ശക്തിയുള്ള പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചമായി, പ്രഭാതമായി, പനിനീരായി, വിശുദ്ധിയായി നിലകൊള്ളുകയും ചെയ്യട്ടെ. പരിശുദ്ധ അമ്മയോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ഇടവകയ്ക്ക്, നമ്മളായിരിക്കുന്ന സ്ഥലത്തിന്, നമ്മൾ ചെയ്യുന്ന ജോലിക്ക്, നമ്മുടെ നാടിന്, നാട്ടിലെ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.